മദ്യവ്യാപനത്തിനുള്ള സൗകര്യം ഒരുക്കാണ് UDF സർക്കാർ. എന്തിനാണ് ഇത്ര ധൃതി? ഈ തീരുമാനം നാടിന് ആപത്താണ്. സർക്കാർ മദ്യ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുകയാണ്. ആരാണിതൊക്കെ പറയുന്നത്? ഇടതുപക്ഷം, അതായത് കഴിഞ്ഞ സർക്കാർ. ഈ വിഷയത്തിൽ പ്രതിഷേധിക്കാൻ ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പ്രതിപക്ഷമാണല്ലോ. സർക്കാരിന്റെ നയത്തെ വിമർശിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ ഉള്ള അവകാശം അവർക്കുണ്ട്. ഇനി ആ പ്രതിഷേധത്തിൽ എന്തെങ്കിലും വിശ്വാസ്യത ഉണ്ടോ എന്നാണ് ചിന്തയെങ്കിൽ കുറച്ച് പുറകോട്ട് ചിന്തിക്കേണ്ടി വരും. 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ മുൻ UDF സർക്കാർ നടപ്പാക്കിയിരുന്ന ബാർ നിയന്ത്രണ നയത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. അടച്ചുപൂട്ടിയിരുന്ന നിരവധി ബാറുകൾ വീണ്ടും തുറന്നു. 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് വീണ്ടും മദ്യ ലൈസൻസ് അനുവദിച്ചു. ക്രമേണ സംസ്ഥാനത്ത് ബാറുകളുടെ എണ്ണം 100കളിൽ നിന്ന് വീണ്ടും കുത്തനെ ഉയർന്നു. ഇന്ന് സർക്കാർ കണക്കുകളും നിയമസഭാ ചർച്ചകളും നോക്കിയാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബാറുകളുടെ എണ്ണം 900-ത്തിലധികമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, ബാറുകളുടെ എണ്ണം കൂടിയപ്പോൾ ഈ പറയുന്ന ഉപഭോഗം കൂടിയില്ലായിരുന്നോ? ലൈസൻസ് വർദ്ധിപ്പിച്ചപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലേ? ബാർ സമയങ്ങളിൽ ഇളവ് നൽകിയപ്പോൾ സമൂഹത്തെക്കുറിച്ച് ആശങ്കയൊന്നും തോന്നിയില്ലേ? മദ്യലഭ്യത കൂട്ടിയ ഒരു സർക്കാർ ഇന്ന് മദ്യലഭ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും പറഞ്ഞ് മറ്റൊരു സർക്കാരിനെ വിമർശിക്കുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. പ്രതിഷേധിക്കാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ 2 ടേം ഭരണത്തിൽ ബാറുകളുടെ എണ്ണം 100 കണക്കിന് വർദ്ധിപ്പിക്കുകയും ബാർ നയങ്ങളിൽ ഇളവ് നൽകുകയും ലോ ആൽക്കഹോൾ പാനീയങ്ങളുടെ ആശയം സ്വന്തം മദ്യനയത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തൊരു മുന്നണി ഇന്ന് അതേ വിഷയത്തിൽ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്നത് ഒരു ന്യായമായ സംശയമല്ലേ?